ഹലോ, ഹാപ്പി ന്യൂ ഇയർ! എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പാർട്ടി മേക്കപ്പ് ലുക്കാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ഒരു സാറ്റിൻ ഫിനിഷ് ഉള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. അപ്പോൾ ഇതിന് ചേരുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ കാണുന്നത്. ആദ്യം സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. ലിപ് ബാം ഞാൻ ലെനേഷിന്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് വിട്ടേക്കാം ഇപ്പോഴത്തേനും. കോസറെക്സിന്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ 92 ഓൾ ഇൻ വൺ ക്രീമാണ് ഞാൻ ഇന്ന് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പാർട്ടി മേക്കപ്പ് ആയതുകൊണ്ട് നല്ല ഹെവി ആയിരിക്കും, അതുകൊണ്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാണ്. അണ്ടർ ഐ ക്രീമാണ് അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നത്. കണ്ണിന്റെ താഴെയാണ് ഏറ്റവും കൂടുതൽ ഡ്രൈനെസ് ഏജിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെയും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാണ്. ഇതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസിങ് പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രൈമർ വന്നിട്ട് മാക്കിന്റെ നാച്ചുറൽ റേഡിയൻസ് എന്ന് പറഞ്ഞ വേർഷനാണ്. ഫേസിൽ ഏറ്റവും കൂടുതൽ ഫൈൻ ലൈൻസ് ആൻഡ് പോഴ്സ് കാണപ്പെടുന്ന സ്ഥലത്താണ് ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. ഈ പ്രൈമർ നല്ല മോയ്സ്ചറൈസിംഗ് ആണ്, അതുകൊണ്ട് ഡ്രൈ സ്കിന്നിന് പറ്റിയൊരു പ്രൈമറാണിത്. ഇനി അണ്ടർ ഐസിലെ ഡാർക്ക് സർക്കിളിന്റെ അവിടെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഒരു അണ്ടർ ഐ കറക്ടർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഡാർക്ക് ടിന്റ് ഉള്ള സ്ഥലത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ടാണ് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. പാർട്ടി മേക്കപ്പ് ആയതുകൊണ്ട് കുറച്ച് ഗ്ലോ കൂടുതൽ തോന്നാൻ വേണ്ടി ഞാനൊരു ലിക്വിഡ് ഹൈലൈറ്റർ മിക്സ് ചെയ്തിട്ടാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഷുഗറിന്റെ ലിക്വിഡ് ഹൈലൈറ്റർ ആണ് ഇത്. മാക്കിന്റെ സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് ഫൗണ്ടേഷനുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കുറച്ചൊരു ഡ്യൂയി ഫിനിഷ് തോന്നാൻ വേണ്ടി ഫൗണ്ടേഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. എൻ്റെ ഫൗണ്ടേഷൻ മാറ്റ് ഫിനിഷ് ആണ്, അതേപോലെ ഹൈ കവറേജ് ആണ്. അപ്പോൾ അതിന് ഒരു ഡ്രൈ ലുക്ക് തോന്നാതിരിക്കാൻ ഇങ്ങനെ ഹൈലൈറ്റർ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതും ഹെൽപ്ഫുൾ ആണ്. നമ്മൾ മേക്കപ്പ് ഇടുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഹൈലൈറ്റർ കുറച്ച് നമ്മുടെ മോയ്സ്ചറൈസറുമായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രോബിംഗ് ഇഫക്റ്റും കിട്ടും. അടുത്തതായിട്ട് ഒരു കൺസീലർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതും ഫുൾ കവറേജ് കൺസീലർ ആണ്. എസ്റ്റി ലോഡറിന്റെ ഡബിൾ വെയർ സ്റ്റെയിൻ പ്ലേസ് കൺസീലർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു കൺസീലർ ആണ്, പക്ഷേ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും തന്നെ ക്രീസ് ആയില്ല. അപ്പോൾ പാർട്ടി ലുക്കിനൊക്കെ പറ്റിയൊരു പ്രോഡക്റ്റ് ആണിത്. ഡെയിലി വെയറിനാണെങ്കിലും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അണ്ടർ ഐസിൽ മാത്രമല്ല ഐ ലിഡ്സിലും ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം അവിടെയും എനിക്ക് കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ട്. അപ്പം എല്ലാം ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് ഡിസ്കളറേഷൻ മാറ്റി ഒരു ക്ലീൻ ക്യാൻവാസ് ഐ ഷാഡോയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എൻ്റെ കൺസീലർ ഫൗണ്ടേഷനെക്കാട്ടി കുറച്ച് ലൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഹാർഷ് എഡ്ജസ് ഒന്നും തോന്നാതിരിക്കാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാക് മിനറലൈസ് സ്കിൻ ഫിനിഷ് നാച്ചുറൽ മീഡിയം ഗോൾഡൻ ആണ് എൻ്റെ ഷെയ്ഡ്. ഇതാണ് ഞാൻ ഇന്ന് ഫേസ് പൗഡർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റ് കവറേജ് ആണ്, എങ്കിൽ മാറ്റ് ഫിനിഷും അല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പൗഡറാണിത്. ഒട്ടും തന്നെ കേക്കി ആയിട്ട് നമ്മുടെ മേക്കപ്പിനെ തോന്നിക്കില്ല. ഇത് വെറുതെ ഒരു ഫേസ് പൗഡർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ തീരെ കവറേജ് ഇല്ലാത്തത് കൊണ്ട് മേക്കപ്പിന്റെ പുറത്ത് അപ്ലൈ ചെയ്യാനാണ് ഞാൻ ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. അണ്ടർ ഐസ് സെറ്റ് ചെയ്തതിന് ശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. സെഫോറയുടെ ഐ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. വളരെ തിൻ ആയിട്ടുള്ള ടിപ്പുള്ള പെൻസിലാണ്. മൈക്രോ ടിപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പെൻസിലാണ്. ഇതാണ് എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം. എൻ്റെ ഐബ്രോസ് എന്ന് പറയുന്നത് തീരെ കട്ടിയില്ലാത്ത ഐബ്രോസ് ആണ്. മാത്രമല്ല രണ്ട് ഐബ്രോസും രണ്ട് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഒട്ടും സിമെട്രി ഇല്ലാത്ത ഐബ്രോസ് ആണ് എൻ്റെത്. ഫേസും അങ്ങനെ തന്നെ. അപ്പോൾ അതിന് ചേർന്ന രീതിയിൽ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. കാരണം എനിക്ക് പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ള ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് നാച്ചുറൽ ആയിട്ട് തോന്നുന്ന രീതിയിൽ നല്ല ഐബ്രോസ് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഐ ഷാഡോസിന് ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിന്റെ സിംഗിൾ ഷാഡോസ് ആണ്. ഇതൊരു കസ്റ്റം പാലറ്റ് ആണ്, ഇങ്ങനെ ഞാൻ വാങ്ങിച്ചതല്ല, ഇത് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ രണ്ട് ഷെയ്ഡ്സ് ആണ് ലിഡ്സിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുള്ള ഈ ടെക്സ്ചർ എന്ന് പറയുന്ന ഈ ഐ ഷാഡോ ഞാൻ എൻ്റെ ക്രീസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സാറ്റിൻ ടോപ്പ് ക്രാൻബെറി ഈ രണ്ട് ഷെയ്ഡ്സും ആണ് ഞാൻ എൻ്റെ ലിഡ്സിൽ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ടെക്സ്ചർ എന്ന് പറഞ്ഞ ഈ ബ്രൗൺ ഐ ഷാഡോ ഞാൻ ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ക്രീസ് ഒന്ന് ഡീപ്പൻ ചെയ്യാൻ വേണ്ടിയാണ്. എന്തായാലും എൻ്റെ കണ്ണ് കുഴിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് വലിയ വെച്ചൊന്നും ഇല്ല. എങ്കിലും നമ്മൾ സാധാരണ ബ്യൂട്ടി ഗുരൂസ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു മെത്തേഡാണ്, അതുകൊണ്ട് ഞാനും അത് ഫോളോ ചെയ്യാണ്. ഐലിഡ്സിൽ ഞാൻ ആദ്യം സാറ്റിൻ ടോപ്പ് ഒരു ബേസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ പുറത്തായിട്ടാണ് ക്രാൻബെറി പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സിൽവർ ആൻഡ് പിങ്ക് ഒരു ഡിയോക്രോം ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഈ സെയിം രണ്ട് ഐ ഷാഡോസ് ഞാൻ ലോവർ ലാഷ് ലൈനിലും ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം സാറ്റിൻ ടോപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ക്രാൻബെറി അതിന്റെ പുറത്തായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിലുള്ളതുപോലെ തന്നെ താഴെയും ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇതിന് ശേഷം ഞാനൊരു ബ്ലാക്ക് ഐലൈനർ വെച്ചിട്ട് എൻ്റെ ലാഷ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പർ ലാഷ് ലൈൻ മാത്രമേ ലൈൻ ചെയ്യുന്നുള്ളൂ. ഫേസസ് കാനഡയുടെ ഫെൽ ടിപ്പ് പെൻ ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഐസിൻ്റെ ഷേപ്പ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. കളേർഡ് കാജൽസ് യൂസ് ചെയ്താലും ഐ ഷാഡോ വെച്ച് മാത്രം ഐ മേക്കപ്പ് ചെയ്താലും കണ്ണിൻ്റെ ഷേപ്പ് ഒന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ട് തോന്നണമെങ്കിൽ ബ്ലാക്ക് ഐലൈനർ തന്നെ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു ടീൽ കളർ കാജൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ലാഷ് ലൈൻ വീണ്ടും ലൈൻ ചെയ്യാണ്. ബ്ലാക്ക് ലൈനർ ഇട്ടതിൻ്റെ മേളിലായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു പോപ്പ് ഓഫ് കളർ കൊടുക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഐ ഷാഡോ ഇട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈനർ യൂസ് ചെയ്താൽ തന്നെ നല്ലൊരു മേക്കപ്പ് പെട്ടെന്ന് ചെയ്തതുപോലെ തോന്നും. അടുത്തതായിട്ട് കോൺടൂറിംഗ് ആണ് ചെയ്യുന്നത്. കോൺടൂറിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ കോൺടൂർ സ്റ്റിക്കാണ്. ഇത് വെച്ചിട്ട് ഷാഡോസ് വരുന്ന ഭാഗത്തൊക്കെ ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇത് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഫേസിനൊരു സ്കൾപ്റ്റഡ് ലുക്ക് വരാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ഫൗണ്ടേഷനും കൺസീലറും പൗഡറും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫേസിനൊരു എന്താണ് ഒരു ഫ്ലാറ്റ് ലുക്കാണ് വരുന്നത്. അതിന് വീണ്ടും ഒരു ഷേപ്പ് കൊടുക്കാനും കുറച്ചുകൂടെ നമ്മുടെ ചീക്ക് ബോൺസ് ഒക്കെ എൻഹാൻസ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഈ കോൺടൂറിങ് ചെയ്യുന്നത്. ഹെയർ ലൈനിൽ കോൺടൂർ ചെയ്യുന്നത് നമ്മുടെ നെറ്റി ഒരുപാടുള്ള ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ കുറച്ച് തോന്നാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂക്കാണെങ്കിലും എൻ്റെത് കുറച്ച് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചൊരു ഷേപ്പ് കൊണ്ടുവരാൻ കോൺടൂറിങ് ഹെൽപ്പ് ചെയ്യും. ഇതിന് ശേഷം ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യുന്നത് റെയർ ബ്യൂട്ടിയുടെ ഹോപ്പ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ബ്ലഷ് ആണ്. അത് മാത്രമല്ല കുറച്ചൊരു ഗ്ലോ കൊടുക്കുന്ന ഒരു ഹൈലൈറ്റർ കം ബ്ലഷ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നല്ല പിഗ്മെന്റഡ് ആയതുകൊണ്ട് കുറച്ച് അപ്ലൈ ചെയ്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് പൗഡറിംഗ് ആണ്. ഇപ്പോൾ ക്രീം പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് തീർന്നതിന് ശേഷമാണ് നമ്മൾ പൗഡർ യൂസ് ചെയ്യേണ്ടത്. പൗഡറിന്റെ പുറത്ത് ക്രീം പ്രോഡക്ട്സ് അപ്ലൈ ചെയ്താൽ ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ക്രീം പ്രോഡക്ട്സ് അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ പൗഡർ അപ്ലൈ ചെയ്യുള്ളൂ. ഇനി ഒരു ന്യൂഡ് കോൾ വെച്ചിട്ട് എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ വാട്ടർ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണ് കുറച്ച് ഓപ്പൺ ആയിട്ട് തോന്നാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കോൺടൂർ പൗഡർ യൂസ് ചെയ്യാം. ബെനിഫിറ്റിന്റെ ഹൂല ബ്രോൺസറാണ് ഞാൻ ഈ കോൺടൂർ ചെയ്ത അതേ ഭാഗത്ത് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ കോൺടൂറിങ് ഒന്ന് സ്ട്രോങ് ആയിട്ട് തോന്നാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിനുശേഷം നേരത്തെ ക്രീം ബ്ലഷ് അപ്ലൈ ചെയ്തെടുത്ത് ഒരു പൗഡർ ബ്ലഷ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മാക്കിന്റെ പിഞ്ച് മീ എന്ന് പറഞ്ഞ ഷിയർ ടോൺ ബ്ലഷ് ആണ്. ഇത് നല്ല പിഗ്മെന്റഡ് ആണ്, അതുകൊണ്ട് ലൈറ്റ് ഹാൻഡഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നൈക്കയുടെ ഈ ഗ്ലോ ഹൈലൈറ്റർ വെച്ചിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സട്ടിലായിട്ട് തോന്നുന്ന ഹൈലൈറ്റർ ആണ്. മാത്രമല്ല നേരത്തെ നമ്മൾ ഫൗണ്ടേഷനിൽ ഓൾറെഡി ഹൈലൈറ്റർ അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ ഉണ്ട്. അപ്പോൾ കണ്ണിന്റെ ഇന്നർ കോർണേഴ്സും ഞാൻ ഈ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്രോ ബോണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം മസ്കാര അപ്ലൈ ചെയ്തു. മാക്കിന്റെ ഈ ഒരു മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു ഹൈ എൻഡ് മസ്കാരയുടെ ഒരു ഇഫക്റ്റ് തോന്നിയില്ല. സാധാരണ മസ്കാര നമ്മൾ മേബിലിന്റെയും ലോറിയലിന്റെ ഒക്കെ വാങ്ങിക്കുന്ന അതേപോലത്തെ ഒരു മസ്കാര എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിനുശേഷം ഞാൻ ഐ ലാഷസ് വെക്കുന്നുണ്ട്. അത് ഞാൻ ഓഫ് ക്യാമറയാണ് വെച്ചത്. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ലാഷസ് ആണ് ഞാൻ വെച്ചത്. ഇതിനുശേഷം ലിപ്പ് ലൈൻ ചെയ്യാണ്. ഹൈ ഇമ്പാക്ട് എന്ന് പറയുന്ന ഷെയ്ഡാണ് കെ ബ്യൂട്ടിയുടെ മാറ്റ് ആക്ഷൻ ലിപ്പ് ലൈനർ. ഇത് വെച്ചിട്ട് ലിപ്സ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു. ഇതിന് ശേഷം ഞാനൊരു പിങ്ക് ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിങ്ക് എന്ന് പറയുമ്പോഴും ശരിക്കും പിങ്ക് അല്ല, ഒരു പ്ലം ചേർന്ന പിങ്ക്. അമോറസ് എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. ഇതൊരു പ്ലം ഷെയ്ഡാണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും എക്സാക്ട് പിങ്ക് അല്ല. അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തു. സാറ്റിൻ ഫിനിഷ് ഉള്ള ലിപ്സ്റ്റിക് ആണ്. ഇതൊരു മാറ്റ് ഫിനിഷ് അല്ല. പക്ഷേ എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് വേണമെങ്കിലും അപ്ലൈ ചെയ്തായിരുന്നെന്ന് തോന്നി. പക്ഷേ ഡ്രസ്സ് ഭയങ്കര കളർഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാഞ്ഞത്. എൻ്റെ ഈ ഔട്ട്ഫിറ്റ് വളരെ കളർഫുൾ ആയതുകൊണ്ടാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ ഒരുപാട് ബ്രൈറ്റ് ആക്കി വെക്കാഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു ലുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ബോൾഡ് ലിപ്സ്റ്റിക്കും പെയർ ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ ഒരു റെഡോ അല്ലെങ്കിൽ ഒരു കോറലോ ഒക്കെ ഇട്ടാലും ഇതിൻ്റെ കൂടെ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.